ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെരൂശലേമിനെ കുറിച്ചുള്ള ആത്മീയ അർത്ഥങ്ങൾ ഭാഗം 1. വെളിപ്പാട് പുസ്തകം 11:8 അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോമെന്നും മിസ്രയീമെന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. മൃഗം എന്ന അന്തിക്രിസ്തുവിനാൽ ഹാനോക്കും ഏലിയാവും കൊല്ലപ്പെടുന്നു. അവരുടെ ശവം മഹാനഗരത്തിന്റെ വീതിയിൽ കിടക്കുന്നതായി നാം കാണുന്നു. ഈ മഹാനഗരത്തിന് സോദോം എന്നും മിസ്രയീം എന്നും ആത്മീകമായി കൊടുത്തിരിക്കുന്നു. ഇവിടെ കർത്താവും ക്രൂശിക്കപ്പെട്ടതായി കാണാം. അത് യെരൂശലേം മഹാനഗരം. യെരൂശലേമിന് എത്ര പ്രസിദ്ധിയാണ് പ്രാപിച്ചിരിക്കുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 11:36 ഞാൻ തിരഞ്ഞെടുത്ത യെരൂശലേം നഗരം എന്ന് എഴുതിയിട്ടുണ്ട്. എന്റെ ദാസനായ ദാവീദിന് എന്നേക്കും ഒരു ദീപം ഉണ്ടായിരിക്കുന്നതാണ്. യെരൂശലേമിനെ സ്നേഹിക്കുന്നവർ സുഖമായിരിക്കും. ഈ സ്ഥലം മിസ്രയീം സോദോം എന്ന ദയനീയമായ ഇടത്തിൽ പോയതായി യോഹന്നാൻ കാണുന്നു. ഇതിനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ലോത്ത് സോദോമിൽ പോയതായും അബ്രഹാമിന്റെ സന്തതികൾ മിസ്രയീമിൽ പോയതായും നമുക്ക് ചരിത്രത്തിൽ കാണാം. അവർ വാഗ്ദത്തം ചെയ്ത ദേശത്തിലേക്കാണല്ലോ പോകേണ്ടിയിരുന്നത്. ഇതിനുവേണ്ടിയാണല്ലോ ദൈവം അവരെ തെരഞ്ഞെടുത്തത്. എന്തുകൊണ്ടാണ് അവർക്കതിനെ പ്രാപിക്കാൻ കഴിയാതെ പോയത്? അബ്രഹാമിനോട് ചേർന്ന് ലോത്തും പ്രയാണം ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 13:7 അബ്രഹാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. വാക്കുവാദങ്ങൾ, പിണക്കം എന്നത് ക്രിസ്തു മതത്തിന് വിരോധമായതാണ്. ലോത്ത് പിരിഞ്ഞ് സോദോമിലേക്ക് പോയത് നമുക്ക് കാണാം. സോദോമിന്റെ അവസാനം എങ്ങനെയായിരുന്നു? അത് അഗ്നിക്ക് ഇരയായി മാറി. സോദോമിൽ ലോത്തിന്റെ കുടുംബത്തിന്റെ സ്ഥിതി എന്താണ്? അക്രമക്കാരുടെ നടുവിൽ തന്റെ കുടുംബത്തോട് നീതിമാനായി വൈരാഗ്യമായി ജീവിക്കുന്നു. ഇത് 2 പത്രോസ് 2:8 എഴുതിയിട്ടുണ്ട്. നീതിമാനാണെന്ന സാക്ഷി പ്രാപിച്ച ലോത്ത് നീതിക്ക് വിരോധമായാണ് ഇത് അവസാനിച്ചത്. അബ്രഹാമിന്റെ സ്ഥിതി എന്താണ്? വാഗ്ദത്തം ചെയ്ത ദേശത്തെ എന്തുകൊണ്ടാണ് അവർക്ക് പ്രാപിക്കാൻ പറ്റാതെ പോയത്? അബ്രഹാം ഇഷ്മയേലിന്റെ പക്ഷം, ഇസഹാക്ക് ഏശാവിന്റെ പക്ഷം, യാക്കോബ് റാഹേൽ യോസെഫ് ബെന്യാമിന്റെ പക്ഷം. ഇത് പൂർവ്വ പിതാക്കന്മാരുടെ കുറവാണ്. സാറ ഇസഹാക്കിനോട് ചേർന്ന് അബ്രഹാമിനെ തന്റെ പക്ഷത്ത് കൊണ്ടുവന്ന് ഇഷ്മയേലിനെ തള്ളിക്കളയുന്നു. റിബേക്ക ഇസഹാക്കിനോട് ചേർന്ന് യാക്കോബിനെ രക്ഷിക്കാൻ നോക്കുന്നു. ഏശാവിന്റെ കോപത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുന്നു. റാഹേലിന്റെ മരണവും യോസേഫ് പിരിഞ്ഞു പോകുന്നതും ബെന്യാമിന്റെ വേദനയും യാക്കോബിന്റെ കുറവാണ് ഇതിന്റെ എല്ലാം പ്രശ്നം. ലേയുടെ പുത്രനായ യഹൂദ ഈ എല്ലാ പ്രശ്നത്തെയും ശരിയാക്കി എല്ലാവരെയും ഒന്നാക്കുന്നു. യാക്കോബിന്റെ കുടുംബത്തിന് ഛേദം വരുന്നത് പോലെ തോന്നിയാലും യഹൂദ ഈ ഛേദത്തെ നിർത്തി യാക്കോബിനോട് ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ടാണ് യഹൂദയെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തുമെന്ന് ഉൽപ്പത്തി പുസ്തകം 49:8 പറയുന്നത്. കുറവുകൾ തീർന്നു കഴിഞ്ഞാലും അബ്രഹാം ഇസഹാക്ക് യാക്കോബ് എന്ന പൂർവ്വപിതാക്കൾ വാഗ്ദത്തങ്ങളെ പ്രാപിക്കാതെ പോയി. ലോത്ത് സോദോമിൽ പോയതും അബ്രഹാമിന്റെ സന്തതികൾ മിസ്രയീമിലേക്ക് പോയതും ആ നഗരം സോദോം എന്നും മിസ്രയീം എന്നും ആത്മീകമായി പറയപ്പെടുന്നു. ഇത് നമുക്ക് തെളിവായിട്ട് കാണാൻ പറ്റും. അബ്രഹാമും ലോത്തും ചേർന്ന് എല്ലാ വാഗ്ദത്തം ചെയ്ത ദേശത്തെയും പ്രാപിക്കണമായിരുന്നു. ഇതിനായിട്ടാണല്ലോ ദൈവം അവരെ തെരഞ്ഞെടുത്തത്. തെരഞ്ഞെടുക്കപ്പെട്ടവർ വാഗ്ദത്തത്തെ പ്രാപിക്കാതെ സോദോം മിസ്രയീം എന്ന സ്ഥിതിയിലേക്ക് വന്നു. ഇതിന്റെ ഫലമായി ആ ദേശം സോദോം എന്നും മിസ്രയീം എന്നും ആത്മീകമായി വിളിച്ചു വരുന്നു. മിസ്രയീമിൽ നിന്ന് വിടുതൽ ലഭിച്ചാലും ചെങ്കടലിൽ ശത്രുവിനെ വീഴ്ത്തിയാലും ഇസ്രയേൽ മരുഭൂമിയിൽ ജയം പ്രാപിച്ചില്ല. അബ്രഹാമിന്റെയും ലോത്തിന്റെയും കന്നുകാലികളുടെ ഇടയന്മാർ പിണങ്ങിയതുപോലെ മോശയോട് പിണങ്ങിയ യുദ്ധ പുരുഷന്മാർ എല്ലാവരും മരുഭൂമിയിൽ നശിച്ചുപോയി. യോശുവ 5:6 മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട യോദ്ധാക്കളായവരൊക്കെയും യഹോവയുടെ വാക്ക് അനുസരിക്കായക കൊണ്ട് അവർ മരിച്ചൊടുങ്ങും വരെ ഇസ്രയേൽ മക്കൾ 40 സംവത്സരം മരുഭൂമിയിൽ സഞ്ചരിക്കേണ്ടി വന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. യോശുവയും കാലേബും മാത്രം രക്ഷപ്പെട്ടു. മരുഭൂമിയിൽ പിറന്ന യോശുവ മൂല്യമായി വാഗ്ദത്തം ചെയ്ത ദേശത്തെ പ്രാപിച്ചാലും അവർ എല്ലാവരോടും യോശുവ തീർപ്പിനെ കൊണ്ടുവരുന്നു. യോശുവ 24:19 യോശുവ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾക്ക് യഹോവയെ സേവിക്കാൻ കഴിയുന്നതല്ല. അവൻ പരിശുദ്ധ ദൈവം, തീക്ഷ്ണതയുള്ള ദൈവം. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുകയില്ല എന്ന് പറയുന്നു. തുടർന്ന് ഇസ്രയേൽ ജനങ്ങൾ ന്യായക്കേടിന്റെ പുത്രന്മാരായി അവസാനിക്കുന്നു. അവസാനം ന്യായാധിപതിയായ ശമൂവേലിന്റെ നാളുകളിൽ ഒരു രാജാവ് വേണമെന്ന് ചോദിച്ചത് വലിയ പാപമായി മാറി.
ഒരു രാജാവിനെ അപേക്ഷിച്ചതിൽ ഞങ്ങളുടെ സകല പാപങ്ങളോടും ഞങ്ങൾ ഈ ഒരു ദോഷവും കൂട്ടിയിരിക്കുന്നു എന്ന് 1 ശമൂവേലിന്റെ പുസ്തകം 12:19 പറയുന്നു. ശൗലിനെ തള്ളുന്നതും ദാവീദിനെ നിയമിക്കുന്നതും ശമൂവേലിനുള്ള ഒരു മനവിഭ്രാന്തിയായിരുന്നു. ഈ ദാവീദാണ് യെരൂശലേമിനെ കണ്ടുപിടിച്ചത്. 2 ശമൂവേലിന്റെ പുസ്തകം 5:5 യെരൂശലേം ഇസ്രയേലിന്റെ തലസ്ഥാന നഗരമാണ്. തുടർന്ന് ദാവീദ് സിയോനെ തന്നോടിണയ്ക്കുന്നു. അപ്പോൾ യെരൂശലേം സോദോം എന്നും മിസ്രയീം എന്നും പറയുന്നത് നീങ്ങണമായിരുന്നു. അതങ്ങനെ ആയില്ല. നെബൂഖദ്നേസർ യെരൂശലേം പിടിച്ച് അതിനെ തീക്ക് ഇരയാക്കുന്നു. ഇവരെയെല്ലാം ബാബിലോൺ അടിമപ്പെടുത്തുന്നു. ദാനിയേലിന്റെ യെരൂശലേമിനെ നോക്കിയുള്ള പ്രാർത്ഥന ഇവരെ തിരിച്ച് യെരൂശലേമിൽ കൊണ്ടുവന്നാലും അത് യെരൂശലേമായി തുടർന്നില്ല. യെരൂശലേമേ യെരൂശലേമേ എന്ന് നമ്മുടെ കർത്താവ് കണ്ണീർ വഴിക്കുന്നല്ലോ. തുടർന്ന് അതിന്റെ ഗതി എന്താണ്? അത് സോദോം മിസ്രയീം എന്ന് അവസാനിക്കുന്നു. അവിടെ നമ്മുടെ കർത്താവും ക്രൂശിക്കപ്പെട്ടല്ലോ. ഹാനോക്കും ഏലിയാവും അവിടെ തന്നെയാണ് കൊല്ലപ്പെടുന്നത്. അവരുടെ ശരീരം മഹാനഗരത്തിന്റെ വീതിയിൽ കാണാം. ഇവിടേക്ക് കയറി വരുവിൻ എന്ന് മഹാശബ്ദം കേൾക്കുന്നു. അവർ ജീവശ്വാസം പ്രാപിച്ച് സ്വർഗത്തിലേക്ക് കയറി പോകുന്നത് ശത്രുക്കളും കാണും. ആ സമയത്താണ് ഈ ദേശത്തിൽ 10 ഇടിഞ്ഞു വീണ് ഭൂകമ്പത്തിൽ 7000 പേർ മരിച്ചുപോയി എന്ന് കാണാം. ഇത് യെരൂശലേമിന് നടന്ന ഛേദം. ഇത് സോദോം മിസ്രയീം പറയപ്പെടുന്നതിന്റെ കോലം. ഇത് 1000 ആണ്ട് വാഴ്ചയിൽ ശരിയാക്കി തിരിച്ചും തലസ്ഥാന നഗരമായി കൊണ്ടുവരുന്നു. ദാവീദ് യെരൂശലേമിനെ തലസ്ഥാനമാക്കി തന്റെ വാഴ്ച തുടങ്ങിയതുപോലെ ദാവീദിന്റെ പുത്രൻ ഇതിനെ തലസ്ഥാനമാക്കി 1000 ആണ്ട് വാഴാൻ പോകുന്നു. ഇത് ലൂക്കോസ് 1:32 എഴുതിയിട്ടുണ്ട്. നാം കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരാർത്ഥത്തിലുള്ള യെരൂശലേമിനെ പറ്റിയുള്ള സത്യങ്ങൾ. ഇസ്രയേല്യർ ഈ മുന്നറിയിപ്പ് പ്രാപിച്ച് തങ്ങളെ സമർപ്പിക്കുകയാണെങ്കിൽ സോദോം മിസ്രയീം എന്ന കഷ്ടം മാറി 1000 ആണ്ട് വാഴ്ചയെ പ്രാപിക്കും. 1000 ആണ്ട് വാഴ്ചയ്ക്ക് പങ്കുള്ളവർ ഭാഗ്യവാന്മാരും പരിശുദ്ധരുമായിരിക്കുന്നു. ഈ സത്യത്തിന് നിങ്ങളെ സമർപ്പിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.